ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൈപ്പക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇതുപോലെ വറുത്തെടുത്താൽ തീരെ കയ്പൊന്നും ഉണ്ടാവില്ല, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചിക്കൻ വറുത്തെടുക്കണ പോലെയാണ് നമ്മൾ ഈ കൈപ്പക്കേനെ വറുത്തെടുക്കുന്നത്. പച്ച കൈപ്പക്ക അടിപൊളി ടേസ്റ്റിൽ വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. കയ്പില്ലാത്ത കൈപ്പക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ കൈപ്പക്കയാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ കനം കുറച്ചിട്ട് വട്ടത്തിൽ നുറുക്കിയെടുത്തേക്കാണ്. ഈ കൈപ്പക്കയുടെ ഉൾഭാഗത്തെ കുരുവൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. കുരു ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കുരു കളഞ്ഞെടുത്തത്. പിന്നെ ഈ കൈപ്പക്ക എത്രയും ചെറുതാക്കി നുറുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി നുറുക്കുക. ഈ കൈപ്പക്കയിലേക്ക് നമുക്കൊരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 വലിയ ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ അതുപോലെ ഉപ്പ് ചേർക്കാം. ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് കട്ട തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ചേർക്കുന്നത്. ഇത് അധികം പുളിപ്പില്ലാത്തൊരു തരം കട്ട തൈരാണ്, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ തൈരിൻ്റെയും ഒരു നനവിൽ ഇത് മുഴുവനായിട്ട് നനച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് എല്ലാ കൈപ്പക്കയുടെ മുകളിലും മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. വേണമെങ്കിൽ വെള്ളം തീരെ കുറവാണെങ്കിൽ ഒന്ന് തളിച്ചു കൊടുക്കാം. പിന്നെ കൈപ്പക്ക ഫ്രൈ തയ്യാറാക്കുമ്പോൾ ഉപ്പ് എപ്പോഴും കുറച്ച് മുൻപന്തിയിലാണ് നിൽക്കണം. ഉപ്പ് കുറച്ച് കൂടിയാലാണ് ഇതിൽ കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഇല്ലേന്ന് ഇപ്പോൾ നോക്കാം. പിന്നെ ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൊരിച്ചെടുക്കാനായിട്ട് എണ്ണയോ അതുപോലെ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗമായ അത് ഒരു സ്പൂണോ ഒരു ഫോർക്കോ വെച്ചിട്ട് മറുഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. കൈപ്പക്ക ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കൈപ്പക്ക മുഴുവൻ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. കയ്പില്ലാത്ത കൈപ്പക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. കൈപ്പക്കയുടെ കയ്പ് കാരണം കുട്ടികളൊന്നും ഈ കൈപ്പക്ക ഫ്രൈ കഴിക്കാനിടയില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് തീരെ കയ്പുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ വീണ്ടും ഒരു അടിപൊളി വിഭവവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.